നമ്മുടെ മലയാളി താരം വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസണിനെ സംബന്ധിച്ച് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടൂർണമെന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണത്തെ ഏഷ്യ കപ്പ്. എല്ലാ മത്സരങ്ങളിലും ടീമിനായി കളിക്കാൻ സാധിച്ചുവെങ്കിലും ബാറ്റർ എന്നുള്ള നിലയിൽ കാര്യമായി ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒമാനെതിരെ സൂപ്പർ 4-ലെ സ്ലോ 50 മാറ്റി നിർത്തുകയാണെങ്കിൽ സഞ്ജുവിന് അഭിമാനിക്കാൻ തക്ക ഒന്നും തന്നെ ഇല്ല. ഈ ടൂർണമെന്റിന് മുമ്പ് വരെ ഓപ്പണറായിട്ട് വിലസിയ ബാറ്റർ തന്നെയാണ് സഞ്ജു സാംസൺ. പക്ഷേ ഏഷ്യ കപ്പിൽ കൃത്യമായ ഒരു ബാറ്റിംഗ് പൊസിഷൻ ഇല്ലാതെ കസേര കളിയിലാണ് സഞ്ജു ഇപ്പോഴുള്ളത്. ഒന്നിൽ മൂന്നാമതും മറ്റൊന്നിൽ അഞ്ചാമതും ഇറങ്ങിയ അദ്ദേഹത്തെ ബംഗ്ലാദേശുമായുള്ള കളിയിൽ ആദ്യ 7-ൽ പോലും ഇറക്കിയിട്ടില്ലായിരുന്നു. സഞ്ജുവിന്റെ കഴിവിൽ ടീം മാനേജ്മെന്റിനുള്ള വിശ്വാസക്കുറവ് തന്നെയാണ് ഇത് അടിവരയിട്ട് പറയുന്നത്. സഞ്ജുവിന്റെ കാര്യത്തിൽ കോച്ച് ഗൗതം ഗംഭീറും അസിസ്റ്റന്റ് കോച്ച് റയാൻ ഡുഷാറ്റയും രണ്ട് തട്ടിലാണ് എന്നുള്ളത് ബംഗ്ലാദേശിനെതിരായിട്ടുള്ള സൂപ്പർ 4 മത്സരത്തോടെ വ്യക്തമായിരിക്കുകയാണ്. സുഷാറ്റയുടെ വാക്കിനും യാതൊരു വിലയില്ല എന്നുമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. എന്താണ് സംഭവം എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. സഞ്ജു സാംസണിന്റെ ബാറ്റിംഗ് മികവിനെ നേരത്തെ വാനോളം പൊഴുത്തിയിട്ടുള്ള ആളാണ് ഗൗതം ഗംഭീർ. പക്ഷെ ഇപ്പോൾ മലയാളി താരത്തെ അദ്ദേഹം കൈവിട്ടതുപോലെയാണ് കാണപ്പെടുന്നത്. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശുമായുള്ള സൂപ്പർ 4 മാച്ചിൽ സഞ്ജുവിനെ ബാറ്റിംഗിൽ ഉറപ്പായി ഇറക്കിയേനെ. ആദ്യ 7-ൽ പോലും അവസരമില്ലാതെ സഞ്ജു ഡഗ്ഔട്ടിലിരിക്കുന്നത് നിരാശാജനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഈ മത്സരത്തിന് മുമ്പ് സഞ്ജുവിനെ അസിസ്റ്റന്റ് കോച്ചായ റയാൻ ഡുഷാറ്റെ ഏറെ പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു. 5-ാം നമ്പറിൽ സഞ്ജു ആണ് ബെസ്റ്റ് എന്നും മികച്ച ഇന്നിംഗ്സുകൾ ഇവിടെ കളിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളി കീപ്പർ ബംഗ്ലാദേശിനെതിരെ 5-ാമനായി തന്നെയാവും ഇറങ്ങുക എന്നുള്ളതും എല്ലാവരും ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അസിസ്റ്റന്റ് കോച്ചിന്റെ ഈ വാക്കുകളെ പൂർണ്ണമായും തള്ളുന്ന തരത്തിലുള്ള നീക്കമാണ് ഗംഭീറിന്റെ ഭാഗത്ത് നിന്നും നമ്മൾ കണ്ടത്. മോശം ഫോമിലുള്ള ശിവൻ ദുബെയ്ക്ക് 3-ാം നമ്പറിലേക്ക് പ്രൊമോഷൻ ലഭിച്ചപ്പോൾ 5-ാം നമ്പർ ഹാർദിക് പാണ്ഡ്യയ്ക്കും അദ്ദേഹം അവസരം നൽകുകയായിരുന്നു. 6-ാമതായി തിലക് വർമ്മയും 7-ാമനായി അക്ഷർ പട്ടേലും കളിച്ചിട്ടും സഞ്ജു അപ്പോഴും ബെഞ്ചിൽ തന്നെ തുടരുകയായിരുന്നു. 8-ാം നമ്പറിലാണ് അദ്ദേഹത്തെ ഗംഭീർ ഇറക്കാനിരുന്നത് എന്നും ഇതിൽ നിന്നും വ്യക്തമായ ഒരു കാര്യമാണ്. കോച്ചിന്റെ ഈ വിചിത്രമായ നീക്കത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ 4-ൽ ബംഗ്ലാദേശിനെതിരെ ശിവൻ ദുബെയെ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ എന്തുകൊണ്ട് 1 ഡൗൺ ആയി കളിപ്പിച്ചു എന്നുള്ളത് ഇപ്പോഴും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ബാറ്റിംഗ് ഓർഡറിൽ പരീക്ഷണം നടത്താനായിരുന്നു പ്ലാൻ എന്നുണ്ടെങ്കിൽ ഈ റോള് സഞ്ജു സാംസണിനെ ഉറപ്പായിട്ടും ഇറക്കാമായിരുന്നു. ബംഗ്ലാദേശുമായി അവസാനമായി കളിച്ച T20 പരമ്പരയിൽ 40 ബോളിൽ സെഞ്ചുറിയോടെ അദ്ദേഹം കസറിയ മാച്ച് തന്നെയാണ്. മാത്രമല്ല ഇടംകയ്യൻ ബാറ്ററായ അഭിഷേക് ശർമ്മ ക്രീസിലുള്ളപ്പോൾ മറ്റൊരു ഇടംകയ്യനായ ദുബെയെ ഗംഭീർ എന്തിന് ക്രീസിലേക്ക് അയച്ചു എന്നുള്ളതും ഒരു ചോദ്യമാണ്. കാരണം എല്ലായ്പ്പോഴും ഇടംകൈ വലംകൈ ബാറ്റിംഗ് കോമ്പിനേഷൻ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോച്ച് തന്നെയാണ് ഗൗതം ഗംഭീർ. ദുബെയെ വെച്ചുള്ള അദ്ദേഹത്തിന്റെ പരീക്ഷണം അമ്പയെ പരാജയപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ടൈമിംഗ് ഇല്ലാതെ വിഷമിച്ച ദുബെ വെറും 2 റൺസ് മാത്രം എടുത്ത് പുറത്താവുകയായിരുന്നു. ലെഗ് സ്പിന്നറായ റിഷാദ് ഹുസൈനെതിരെ വലിയൊരു ഷോട്ടിന് തുനിഞ്ഞാണ് അദ്ദേഹം ക്യാച്ച് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്.